ട്ടെ അല്പസമയം ഈ പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ. ആമേൻ. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്കാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ 9-ാമത്തെ വാക്യത്തിന് അകത്ത് ഒരുപാട് ദൂതുകൾ അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ഒന്ന്, ഈ സിയോൻ പുത്രിയോട് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം ഇതാണ്: ആമേൻ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്: ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എൻ്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കുകയില്ല. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. കണ്ടോ? സെക്കറിയാവ് കാണുന്ന വെളിപ്പാടാ. പീഡകന്മാരുണ്ട്, പീഡിപ്പിക്കുവാൻ വേണ്ടി പീഡകന്മാരിങ്ങനെ ആലയത്തിനകത്ത് ഇരച്ചു കയറുന്നത് പോലെ. എന്ന് പറഞ്ഞാൽ തിരമാല അതിൻ്റെ ശക്തിയോടെ കടലിൽ നിന്ന് 7 മടങ്ങായി കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ വരുന്ന സംഹാരകത്തിൻ്റെ ആർദ്രത ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ആമേൻ. അപ്പോഴാ പറയുന്നത്: ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജനത്തിന് ഞാനൊരു പട്ടാളമായി ഒരു സൈന്യത്തെ ഇറക്കും. ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവജനമേ, സിയോൻ പുത്രിയെ, നിന്റെ വിഷയത്തിന്, നിന്റെ കണ്ണുനീരിന് മറുപടി ഇതാ ദൈവം തരാൻ പോകുകയാ. സ്തോത്രം. മനുഷ്യൻ ചിലപ്പോൾ നിന്നെ മാറ്റി നിർത്തി കളിയാക്കി പരിഹസിച്ച് നിന്ദിക്കുമ്പോൾ നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് സ്വർഗം പറയുന്നു: നിനക്ക് ഞാനൊരു പട്ടാളമായി ഇറങ്ങുകയാണ്. കേൾക്കണ്ടേ? അടുത്ത് നോക്കൂ, വായിക്കുന്നത് ഇങ്ങനെയാണ്: യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ആമേൻ. ഇന്ന് പകലിൽ യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. ആമേൻ. അപ്പൊ യേശു കർത്താവ് വരുന്ന വരവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് ഇവിടെ പറയുന്നത്. യേശു കർത്താവിന്റെ വരവിന് തൊട്ട് മുൻപ് കർത്താവ് വരുന്ന വിധങ്ങളെ കുറിച്ച് സെക്കറിയ പ്രവാചകൻ ശക്തമായി വിളിച്ചു പറയുന്നു: അവൻ വരുന്നത് കഴുതപ്പുറത്ത. എന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യാത്ത, ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു ജീവിയാണ് കഴുത. പഴന്തുണികളും കീറ്റശീലഖണ്ഡങ്ങളും അടങ്ങിയ ഭാണ്ഡക്കെട്ടുകളും ആമേൻ നെല്ലുകളും അരിച്ചാക്കുകളും തുടങ്ങിയ വീഴ്പ്പുകെട്ട് ആമേൻ സാമഗ്രികളെല്ലാം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഈ കഴുത. സ്തോത്രം. അത് കിടക്കുന്നത് തന്നെ ഹീനമായ സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തു, ഒരു ജീവി. ഇതുപോലെ ആണോ നീ ആയിരിക്കുന്നത്? നിന്നെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന, ആവശ്യം കഴിയുമ്പോൾ നിന്നെ പുറംചേറ്റിലേക്ക് തള്ളിയിടുന്ന ഒരു സമൂഹത്തിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും മധ്യത്തിലാണോ നീ ആയിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിന്റെ രാജാവിതാ കഴുതപ്പുറത്ത് കയറി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആരോടൊക്കെ പരിശുദ്ധാത്മാവെന്ന് പകൽക്കാലം ആലോചന കൈമാറുന്നു. നിന്റെ വിഷയത്തിനായി 2025 ഇതാ 7-ാമത്തെ മാസത്തിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. 7-ാമത്തെ മാസം 1-ാമത്തെ ദിവസം പരിശുദ്ധാത്മ പറയുന്നു: നിന്റെ രാജാവ് നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ, നിന്റെ മ്ലാനതകൾ മാറുവാൻ, നിന്റെ ദുഃഖിച്ചിരിക്കുന്ന സ്തോത്രം മുഖത്തെ ഒന്ന് തേജസ്വീകരിക്കാൻ ഒരു സ്വർഗം ഇറങ്ങി വരും. നിന്റെ വീട്ടിനകത്ത് വരികയാണ്. നിന്റെ വാഴ്ത്തത്വത്തിന്റെ മാസമായി 7-ാമത്തെ മാസം.
കരഞ്ഞും വിലപിച്ചും സ്വന്തം ജീവനെ തന്നെ നഷ്ടപ്പെടുത്തി കളയണമോ എന്ന് 100 കണക്ക് പ്രാവശ്യം ചിന്തിച്ച ദൈവദാസിയെ ആമേൻ മകനെ, നിന്നോടാ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ആലോചന പറയുന്നത്. അവൻ കഴുതപ്പുറത്ത് വരുന്നു. ജയശാലിയായ ഒരുത്തൻ കഴുതപ്പുറത്ത് കയറി വരുന്നു. ഇന്ന് പകൽ മറന്നു പോകരുത്. അവനൊരു പട്ടാളത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്റെ കുടുംബത്തെയും സഭയെയും പരിപാലിക്കേണ്ട നാൾ വരുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ കർത്താവിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇവിടെ നമ്മൾ വായിച്ചത് കേട്ടോ, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് നീ എന്ത് ചെയ്യണം? ആനന്ദിക്കണം. എന്നിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക. ആനന്ദമെന്ന് പറയുന്നത് പല നിലകളിലാ. പക്ഷേ ലഹരി എന്ന് പറഞ്ഞ പല നിലയിൽ ലഹരികളുണ്ട്. സ്തോത്രം. എന്നാൽ നിന്റെ ലഹരി ബൈബിൾ ആയിരിക്കട്ടെ. സ്തോത്രം. നിന്റെ ലഹരി യേശുവിൻ്റെ വചനമായിരിക്കട്ടെ, കർത്താവായിരിക്കട്ടെ. എങ്കിൽ ഈ മാസം മുതൽ ഈ തീരുന്നതിന് മുൻപ് നിന്റെ വിഷയത്തിന് മറുപടി തരുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ പൈതലേ, നിന്നെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല, നിന്നെ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല, നിന്നെ ആർക്കും മാറ്റി നിർത്താൻ കഴിയത്തില്ല. കാരണം നീ ദൈവത്തിന് ഇണങ്ങിയ ഒരു ആയുധമാണ്. കർത്താവിലേക്ക് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി സ്തോത്രം. ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവ് വലിയ അത്ഭുതങ്ങളിലേക്ക് നടത്തണമേ. ജനത്തെ കർത്താവ് അവരുടെ ആവശ്യങ്ങളുടെ മധ്യേ അത്ഭുതം ചെയ്യണം. ഈ മാസം കർത്താവിൻ്റെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെടുവാൻ, തന്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ മാനിക്കപ്പെടുവാൻ, വാഹനങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗ്ഗം സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.